ഒരു വീഡിയോയുടെ തമ്പനയിൽ നിങ്ങൾ കണ്ടില്ല, അതായത് ഞാനിപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ ഒരു രക്ഷയില്ലാത്ത തമ്പനയിലാണ്. കുറേ നേരത്തെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് തോന്നും കണ്ടാൽ. പക്ഷേ അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല. ഞാൻ ഒരു 10-15 സെക്കൻഡ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയ ഒരു തമ്പനയിലാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് നമ്മളിത് കാണിച്ചാൽ പോകുന്നത്. അതായത് ജസ്റ്റ് ഒരു 15 സെക്കൻഡ് 20 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അടിപൊളി തമ്പനയിൽ ഉണ്ടാക്കാൻ പറ്റും. അവിടെ ഒരു കുയിലിങ്ങനെ കൂയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വോളിയം ഇടയിൽ അതിൻ്റെ സൗണ്ട് ഇടയിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മുടെ തമ്പനയിൽ ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ കൊടുത്തിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫോട്ടോ ഇല്ലാണ്ടുള്ള തമ്പനയിലുകൾ ഉണ്ടാക്കിയെടുക്കാം. ഈ കുയിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കും തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ തമ്പനയിൽ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ChatGPT യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ChatGPT ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റിലായാലും കുഴപ്പമില്ല, ഞാൻ ആപ്പാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. ChatGPTയിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ ഇമേജസ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ ഇമേജ് മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ ജസ്റ്റ് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോട്ടോസ് എടുത്തിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അത് ജസ്റ്റ് എൻ്റെ ഒരു ചീച്ചിക്കണ ഒരു ഫോട്ടോ, ഹെഡ് മാത്രം കാണുന്ന രീതിയിലുള്ള ഫോട്ടോ ആണ്. എങ്ങനത്തെ ഫോട്ടോ ആയാലും കുഴപ്പമില്ല. ഇങ്ങനത്തെ കുറച്ചും കൂടി ഫേസ് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ഫേസൊക്കെ വേറെ ആളുടെയൊക്കെ വരും ഇടയ്ക്ക്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് തമ്പനയിൽ ഇമേജ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ റാൻഡമായിട്ട് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഓൺ ഹൗ ടു എന്താ കൊടുക്കുക, ഇപ്പോൾ ഹൗ ടു അല്ലെങ്കിൽ വേണ്ട, ജസ്റ്റ് ക്രിയേറ്റ് തമ്പനയിൽ ഇമേജ് ഓൺ ദ ബെസ്റ്റ് കാർ ഗെയിം ഇൻ ആൻഡ്രോയിഡ് അങ്ങനെ കൊടുക്കാം. അപ്പോൾ അത് അടിപൊളി ഇമേജ് വരുമെന്ന് വിചാരിക്കാം. അതിന് ശേഷം ഈ ഒരു ആരോ അമർത്തിയാൽ മതി. കുറച്ച് ടൈം എടുക്കും, ഒരു ഭയങ്കര ടൈമൊന്നും എടുക്കില്ല, എന്നാലും 1 മിനിറ്റിലൊക്കെ താഴെ എടുക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഇമേജ്. നല്ല അത്യാവശ്യം അടിപൊളി ക്ലാരിറ്റി ഉള്ള ഒരു ഇമേജാണ്. അപ്പോൾ ഇനി നമുക്ക് തമ്പനയിൽ ഇമേജ് ഉണ്ടാക്കി വരുമ്പോൾ എൻ്റെ ഫേസൊക്കെ മാറുന്നുണ്ടോ അല്ലെങ്കിൽ തമ്പനയിലൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ തമ്പനയിൽ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഇതിൻ്റെ സൈസ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്, ഇപ്പോൾ ടൈപ്പ് ചെയ്തിട്ടില്ല. നോർമലി 16:9 റേഷ്യോ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും ആ ഒരു റേഷ്യോയിൽ കറക്റ്റ് കിട്ടില്ല. അടിഭാഗം ചിലപ്പോൾ കുറച്ച് അടിഭാഗം മോൾ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയേണ്ടി വരും, കട്ടായി പോവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇതിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇമേജ് എങ്ങനെയാണ് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വാട്ടർമാർക്ക് സംഭവങ്ങളൊന്നുമില്ല. ChatGPT അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെയാണ് നല്ല അടിപൊളി ക്വാളിറ്റി, ഒരു രക്ഷയില്ലാത്ത സാധനങ്ങൾ വരുന്നത്. കണ്ട ബെസ്റ്റ് കാർ ഗെയിമിൻ്റെ ആൻഡ്രോയിഡ് എൻ്റെ ഫേസ് തൊട്ടപ്പുറത്ത്. അപ്പോൾ ഇതൊന്നുമല്ല, വേറെ കുറേ തമ്പനയിലുകളുണ്ട്. ഞാൻ ഇത് വെച്ച് ChatGPT വെച്ച് ഉണ്ടാക്കിയത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഓരോ ഫോട്ടോകൾ ഇങ്ങനെ കൊടുത്തിട്ട് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഓൾ ഇൻ വൺ വീഡിയോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് എനിക്ക് ഈ അടുത്തുണ്ടാക്കിയ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തമ്പനയിലാണ്. നമ്മൾ ഗാരേജ് ടൂർ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലെ വീഡിയോ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓരോ ബസ്സിൻ്റെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഇങ്ങനത്തെ തമ്പനയിലാണ് വേണ്ടതെന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താൻ നമ്മൾ ജെമിനി യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ജെമിനിയുടെ ലോഗോ അടിയിൽ, ആ ഒരു വാട്ടർമാർക്ക് അടിയിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നല്ല അടിപൊളി ക്വാളിറ്റി തമ്പനയിൽ ഈസി ആയിട്ട് നമുക്ക് ChatGPT വഴി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.